ന്യൂബോൺ ബേബീസ് ആദ്യ ദിവസങ്ങളിൽ പകല് കൂടുതൽ നേരവും ഉറക്കമായിരിക്കും, രാത്രി ഭയങ്കര കരച്ചിലുമായിരിക്കും. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരു തവണ ഫീഡ് കൊടുക്കുമ്പോൾ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ പാല് കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ചെവി വേദന എടുത്താൽ കരയാം, വയറുവേദന എടുത്താൽ കരയാം. കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പ് കാണുന്നതിന് പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ചുമന്ന രക്താണുക്കൾ നോർമലിനെക്കാളും കുറച്ച് കൂടുതലായിരിക്കും. ന്യൂബോൺ ബേബീസിനെ കെയർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നിയോനാറ്റോളജി. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എപ്പോഴാണ് നിയോനാറ്റോളജിസ്റ്റിൻ്റെ ഇൻ്റർവെൻഷൻ വരുന്നത്? നിയോനാറ്റോളജി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 28 ദിവസം, ഫസ്റ്റ് 28 ഡേയ്സ് ഓഫ് ലൈഫ്, 28 ദിവസമാണ് മെയിൻലി ന്യൂബോൺ പീരീഡ് എന്ന് പറയുന്നത്. മെയിൻലി നിയോനാറ്റോളജിസ്റ്റിന്റെ റോള് വരുന്നത് കുഞ്ഞ് മാസം തികയാതെ ജനിക്കുക, നമ്മൾ പ്രീ ടേം ബർത്ത് എന്ന് പറയും, പ്രിമച്യൂർ ബർത്ത്, പ്രീ ടേം ബർത്ത് എന്നൊക്കെ പറയും. 7 മന്ത്സോ 6 മന്ത്സോ 6 മാസത്തിലോ 7 മാസത്തിലോ അല്ലെങ്കിൽ കുഞ്ഞ് മാസം തികയാതെ ജനിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമായും ഒരു നിയോനാറ്റോളജിസ്റ്റിന്റെ സേവനമായി അത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റേഷൻ, കുഞ്ഞിന് എന്താണോ വേണ്ടത്, ബ്രീത്തിങ് സപ്പോർട്ടോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫ്ലൂയിഡോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ NICയിൽ ഷിഫ്റ്റ് ചെയ്യും, നമ്മൾ വേണ്ട ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. പിന്നെ ഉള്ളത് ശ്വാസം മുട്ടൽ, കുഞ്ഞ് ശ്വാസം മുട്ടലോടെ ജനിക്കുന്ന, മഷി ഇട്ടിട്ട് മഷി ഉള്ളിൽ ചെന്നിട്ട് മഷി ശ്വാസകോശത്തിൽ പോയി ശ്വാസം മുട്ടലോടെ കുഞ്ഞ് ജനിക്കുന്നു, അല്ലെങ്കിൽ കരയുമ്പം കുഞ്ഞ് ജനിക്കുമ്പം കരയുന്നില്ല, അങ്ങനത്തെ അവസ്ഥ. പിന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മഞ്ഞപ്പ്, അങ്ങനെയുള്ള ഇഷ്യൂസ്. ഇപ്പോൾ പുതുതായിട്ട് കുഞ്ഞ് ജനിക്കുന്ന പാരൻസിന് അധികം ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുണ്ടാവില്ല. അങ്ങനെയുള്ള പാരൻസിനോട്, ന്യൂബോൺ ബേബീസിന്റെ പാരൻസിനോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം പല ഹോസ്പിറ്റലിലും നമ്മൾ ആന്റിനേറ്റൽ ക്ലാസ്സസ് എന്ന് പറയും, അതായത് പ്രഗ്നൻസിയുടെ ടൈമിൽ തന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും ഒക്കെ ഗൈനക്കോളജിസ്റ്റും ലാക്ടേഷൻ കൺസൾട്ടന്റും നിയോനാറ്റോളജിസ്റ്റും എല്ലാവരും വിത്ത് പ്രസന്റേഷൻ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. അതായത് ജനിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ മാനേജ് ചെയ്യണം, എന്തൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്യണം, ന്യൂട്രീഷൻ, എല്ലാ കാര്യങ്ങളും. അതായത് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ അവർ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവരെ ആങ്സൈറ്റിയും അവരുടെ ഉത്കണ്ഠ എല്ലാം ഒന്ന് മാറി കിട്ടണമെങ്കിൽ, അവർക്കൊരു കോൺഫിഡൻസും അവർക്ക് എല്ലാം വേണമെങ്കിൽ അവരൊന്ന് പ്രിപ്പയർഡ് ആവുക. അതിനൊരു നമ്മൾ ആന്റിനേറ്റൽ ക്ലാസ്സസ് മുഖാന്തരം അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിൻലി ഫീഡിങ് ഇഷ്യൂസ് ആണ്. കുഞ്ഞ് പിന്നെ കൂടുതലും കരച്ചില്. ന്യൂബോൺ ബേബീസ് ആദ്യ ദിവസങ്ങളിൽ പകല് കൂടുതൽ നേരവും ഉറക്കമായിരിക്കും, രാത്രി ഭയങ്കര കരച്ചിലുമായിരിക്കും. അതാണ് പാറ്റേൺ. അപ്പോൾ ഒരു അറിയെന്ന് പറഞ്ഞാൽ കുഞ്ഞെപ്പോഴും ഉറക്കം എന്നുള്ളതാണ്, അതായത് പകൽ ടൈം എപ്പോഴും ഉറക്കും, പിന്നെ രാത്രി കരച്ചിലാണ്, പാല് കൊടുത്താലും കരച്ചിൽ നിൽക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോർമലി ന്യൂബോൺ ബേബീസിന് കാണുന്നതാണ്. അപ്പം അത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാണും. ഇതൊന്ന് അഡാപ്റ്റ് ചെയ്ത് വരാനും കൂടെ അവർക്കൊരു അവസരം കൊടുക്കുക. പിന്നെ ഫീഡിങ് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ലാക്ടേഷൻ കൺസൾട്ടന്റോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കിട്ടിയ ഒരു നഴ്സോ, അതായത് ഡിസ്ചാർജിന് മുന്നേ, വീട്ടിൽ പറഞ്ഞു വിടുന്നതിന് മുന്നേ ഒന്ന് അത്യാവശ്യം സഹായം, അവരെ എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത്, പൊസിഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് കോൺഫിഡൻ്റ് ആക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഒരു നിയോനാറ്റോളജിസ്റ്റിന് ന്യൂബോൺ ബേബീസ് എത്ര വയസ്സ് വരെയാണ് കാണേണ്ടത്? ഇപ്പോൾ മാസം തികയാത്ത ബേബീസ്, ഇപ്പോൾ 7 മാസത്തിലോ 8 മാസത്തിലോ ജനിക്കുന്ന ബേബീസിനാണെങ്കിൽ സാധാരണ പറയുന്നത് അവരുടെ ഡെവലപ്മെൻറ്റ്, ന്യൂറോ ഡെവലപ്മെൻറ്റ്, തലച്ചോറിൻ്റെ വികാസം സംഭവിക്കുന്നത് മെയിൻലി ആദ്യത്തെ 2 വയസ്സാണ്. നമ്മുടെ ബ്രെയിൻ ഒരു 90% വരെ വളരുന്നത്. അപ്പോൾ മിനിമം 2 വയസ്സ് വരെ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. അവരുടെ ഓരോ മൈൽ സ്റ്റോൺ, നിൽക്കുന്നത്, ക്രോളിങ്, നടക്കുന്നത്, ഇതെല്ലാം കറക്റ്റ് സമയത്താണോ, അവരെ ഹൈറ്റ്, വെയിറ്റ് ഇതെല്ലാം കറക്റ്റ് സമയത്താണോ, അവർ ഗ്രോ ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ, ഇതെല്ലാം നോക്കി കണ്ണിൻ്റെ ചെക്കപ്പ്, കേൾവി, ഇതെല്ലാം നോക്കി കറക്റ്റായിട്ട് 2 വയസ്സ് വരെ മിനിമം ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു സ്കൂൾ ഗോയിങ് ഏജ് വരെയൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം പ്രശ്നങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും ഓരോരോ പുതിയ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. പ്രത്യേകിച്ച് പ്രീടേം ആയിട്ട് ജനിക്കുന്ന ബേബീസിന് പുതിയ പ്രശ്നങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റി, ഓട്ടിസം, ADHD തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും. പക്ഷെ ഒരു മാസം തികഞ്ഞ ബേബിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു നോർമൽ ബേബി, വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ ജനിക്കുന്ന ഒരു നോർമൽ ബേബി ആദ്യത്തെ 1 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയോനാറ്റോളജിസ്റ്റ് കാണണമെന്ന് നിർബന്ധമില്ല. അതൊരു നോർമൽ ഒരു പീഡിയാട്രീഷ്യൻ കണ്ടാൽ മതിയാവും. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് ഫീഡിങ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മദർ ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ ഫീഡിങ് എന്ന് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ 2 മണിക്കൂർ എവരി 2 അവർ 2 മണിക്കൂർ ഇടവേളകളിലാണ് ആദ്യ ദിവസങ്ങളിൽ നമ്മൾ പാല് കൊടുക്കാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ചിലർ ചോദിക്കും, ഡിമാൻഡ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ കരയുമ്പോൾ എപ്പോഴും കൊടുക്കണം എന്നുള്ളത്. ഓരോ തവണയും അരമണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞ് കരയുന്നത്, ഓരോ തവണയും പാല് കൊടുക്കുന്നത് നല്ലതായിരിക്കത്തില്ല. കാരണം കുഞ്ഞ് അത്രയും എനർജി ഫീഡിങ്ങിനായിട്ട് യൂസ് ചെയ്യും, പക്ഷെ വെയിറ്റ് കൂട്ടണമെന്നില്ല. അപ്പോൾ ഡിമാൻഡ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു 4 മണിക്കൂർ 5 മണിക്കൂർ ഉറക്കമാണ്. അപ്പം നമ്മൾ കുഞ്ഞ് ഡിമാൻഡ് ചെയ്യാതെ നമ്മൾ കൊടുക്കണമെന്നുള്ളത്. എഗെയിൻ നമ്മൾ അത്രയും നേരം നമ്മൾ ഫീഡ് കൊടുക്കാതിരിക്കുന്നത് നല്ലതല്ല. അപ്പം
ജനറലി പറയുന്നത് 2 മണിക്കൂർ ഇടവേളകളിൽ ഫീഡ് കൊടുക്കുക എന്നുള്ളത്. ഫീഡിംഗ് ഒന്ന് ശരിയായി വരാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 5 മുതൽ ഒരാഴ്ച വരെ എടുക്കാം. ഫീഡിംഗ് ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ 3 മണിക്കൂർ ഇടവേളകളിൽ കൊടുത്താൽ മതിയാവും. ഇപ്പൊ ന്യൂബോൺ ബേബീസിൽ ചില മദേഴ്സിന് മിൽക്ക് ഉണ്ടാവില്ല, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ ഫോർമുല മിൽക്ക് കൊടുക്കുന്നത് തെറ്റാണോ? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ബ്രസ്റ്റ് മിൽക്ക് യൂഷ്വലി ആദ്യ 2-3 ദിവസം അമ്മയ്ക്ക് കിട്ടുന്ന പാലെന്ന് പറഞ്ഞാൽ ഓരോ ഫീഡിനും ഫ്യൂ ഡ്രോപ്സ് അല്ലെങ്കിൽ 1-2 ml ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പാലില്ല എന്ന് പറഞ്ഞ് ഫോർമുല എടുത്ത് ചാടി ആദ്യ ദിവസങ്ങളിൽ കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മളൊരു 3 days 5 days വെയിറ്റ് ചെയ്യുക പാലായി വരാൻ. ബേബീസ് ഓരോ തവണയും സക്ക് ചെയ്താണ് ഹോർമോണൽ റിലീസ് കാരണം മിൽക്ക് ഔട്ട്പുട്ട് കൂടുന്നത്. ഒരു മിനിമം 3 to 5 days എടുക്കും അത്യാവശ്യം മിൽക്കിന്റെ വോളിയം കൂടി വരാനായിട്ട്. എടുത്തു ചാടി പൗഡർ മിൽക്ക് കൊടുക്കാതിരിക്കുക. ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മൾ യൂഷ്വലി വെയിറ്റ് നോക്കും. 10% വരെ വെയിറ്റ് ലോസ് വരാം. ബർത്ത് വെയിറ്റ് 3 കിലോ ആണെങ്കിൽ 300 ഗ്രാം വരെയൊക്കെ കുറയാം, നോർമലി വെയിറ്റ് കുറയും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഡേ ബൈ ഡേ ഒരു 20-30 ഗ്രാം കൂടി തിരിച്ച് ബർത്ത് വെയിറ്റ് എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ 10 മുതൽ 2 ആഴ്ച വരെ എടുക്കാം. ഇപ്പോൾ 3 കിലോ ജനിക്കണ കുഞ്ഞ് ഒരു 2 ആഴ്ച എത്തുമ്പോഴേ 3 കിലോയെ കാണത്തുള്ളൂ. കുറഞ്ഞിട്ട് കൂടി 2 ആഴ്ച എത്താൻ 3 കിലോ തിരിച്ച് 2 ആഴ്ച എടുക്കും 3 കിലോ എത്താനായിട്ട്. ഫീഡ് ഡേ ബൈ ഡേ കൂടി വരുമെന്ന് പ്രതീക്ഷിച്ച് പാല് കൊടുക്കുക. പിന്നെ പാല് കൂടാൻ അമ്മയുടെ സ്ട്രെസ്സാണ് ഒരു റീസൺ പാല് കുറഞ്ഞിരിക്കാനായിട്ട്. അപ്പോൾ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ചിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സന്തോഷത്തോടെ പാല് കൊടുത്താൽ ഡേ ബൈ ഡേ പാല് കൂടി വരികയാണ് നോർമലി ചെയ്യുന്നത്. ഇൻ കേസ് നമ്മൾ കുഞ്ഞ് പാല് കുടിക്കുന്നത് കുറവാണ്, അല്ലെങ്കിൽ പാല് കിട്ടുന്നത് കുറവാണ്, വെയിറ്റും ശരിയായിട്ട് കൂടാൻ തുടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ് ഫോർമുല മിൽക്ക് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് മിൽക്ക് ആണ് ഏറ്റവും ബെസ്റ്റ്. സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയുന്നത് പാസ്ചറൈസ്ഡ് ഡോണർ ഹ്യൂമൻ മിൽക്ക് എന്ന് പറയും, PDHM. അതായത് അതർ മദേഴ്സ് മറ്റു അമ്മമാരുടെ മിൽക്ക് എടുത്തിട്ട് കൂൾ ചെയ്തിട്ട് അത് പാസ്ചറൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത് ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് എന്ന് പറയും. ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് മുഖാന്തരം കിട്ടുന്ന പാസ്ചറൈസ്ഡ് ഡോണർ ഹ്യൂമൻ മിൽക്കാണ് സെക്കൻഡ് ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഫോർമുല. ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കരയുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ. ഈ ഒരു കാര്യം കാണുമ്പോൾ അമ്മമാർ പെട്ടെന്ന് പാല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിയാണോ? ബേബീസ് കൂടുതൽ നേരം രാത്രിയാകുമ്പോൾ കരച്ചിലായിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരു തവണ ഫീഡ് കൊടുക്കുമ്പോൾ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ പാല് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ കുഞ്ഞ് ഫീഡ് ചെയ്യുമ്പോൾ ആദ്യം അമ്മയ്ക്ക് കിട്ടുന്ന, അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് കിട്ടുന്ന, കുഞ്ഞ് സക്ക് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന പാലെന്ന് പറഞ്ഞാൽ ഫോർ മിൽക്ക് എന്ന് പറയും, കട്ടിയില്ലാത്ത പാല്. അത് ദാഹം മാത്രമേ മാറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന പാലാണ് ഹൈൻ മിൽക്ക്. അതാണ് വിശപ്പ് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതും കുറച്ച് ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ളതും വെയിറ്റ് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പോൾ കുഞ്ഞിന് ഹൈൻ മിൽക്ക് അല്ലെങ്കിൽ അവസാനം വരുന്ന കട്ടിയുള്ള പാല് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഒന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ 20 മുതൽ 30 അല്ലെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 40 മിനിറ്റോ ഒക്കെ കൊടുക്കാൻ നോക്കുക. ഇല്ല 5-10 മിനിറ്റ് കുടിച്ച് കുഞ്ഞ് ദാഹമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ മിച്ചം പാല് എക്സ്പ്രസ് ചെയ്യുക, അതായത് പമ്പ് വെച്ചിട്ട് പിഴിഞ്ഞിട്ട് ആ പാല് പിന്നെ കരഞ്ഞെണീക്കുമ്പം കൊടുക്കാവുന്നതാണ്. എടുത്തു വെക്കുന്ന പാല് നമുക്ക് സ്റ്റീൽ കണ്ടെയ്നറിൽ ഒരു 4 മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിൽ വെക്കാം. കേടുകൂടാതെ പുറത്ത് 4 മണിക്കൂർ വരെ ഇരുന്നോളൂ. അപ്പോൾ അടുത്ത തവണ കുഞ്ഞ് കരഞ്ഞെണീക്കുമ്പോൾ ആ പാല് പാലാടെ അല്ലെങ്കിൽ ഗോകർണത്തിലോ സ്പൂണിലോ ഒക്കെ കൊടുക്കാവുന്നതാണ്. പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് കൊടുക്കുമ്പോൾ അത് ചൂടാക്കണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചൂടാക്കേണ്ട കാര്യമില്ല. പുറത്ത് വെക്കുന്ന പാലാണെങ്കിൽ 4 മണിക്കൂർ വരെ കേടുകൂടാതിരുന്നോളും. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ 24 മണിക്കൂർ യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കുന്ന പാല് എടുത്തിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് തണുപ്പ് പോകാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. കുറച്ചു നേരം വെക്കുക. അപ്പോൾ 4 മണിക്കൂർ വരെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. ഫ്രീസറിൽ വെച്ചാൽ ഫ്യൂ ഡേയ്സോ മന്ത്സോ വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം. ആക്ച്വലി ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ. സ്കിൻ ടു സ്കിൻ കോൺടാക്ട് മദേഴ്സ് ആണെങ്കിലും ഫാദേഴ്സ് ആണെങ്കിലും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? സ്കിൻ ടു സ്കിൻ കോൺടാക്ട് മെയിൻലി ബേബീസിന്റെ ടെമ്പറേച്ചർ, അതായത് ജനിച്ച ആദ്യ മണിക്കൂറുകളിൽ മെയിൻലി കുഞ്ഞിന്റെ ടെമ്പറേച്ചർ, ശരീര ഊഷ്മാവ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അത് കൂടുതലായിട്ട് വരുന്നത്, അതിന്റെ റോള് വരുന്നത് പ്രീടേം ബേബീസ്, വെയിറ്റ് കുറഞ്ഞ ബേബീസ്, അവരിലാണ്. കുഞ്ഞിനെ ഒന്ന് കങ്കാരു മദർ കെയർ എന്ന് പറയും, അതായത് അമ്മയുടെ നെഞ്ചോട് ചേർത്തിട്ട് കുഞ്ഞിനെ കിടത്തുക എന്നുള്ളത്, എന്നിട്ട് കവർ ചെയ്ത് രണ്ടുപേരും അമ്മയും കുഞ്ഞും സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിൽ വരിക എന്നുള്ളത് അത് ഇവൻ ഫാദേഴ്സിനും ചെയ്യാവുന്നതാണ്. അപ്പം അത് പ്രീടേം ബേബീസ്, മാസം തികയാതെ ജനിക്കുന്ന പ്രീടേം ബേബീസ്, വെയിറ്റ് കുറഞ്ഞ ബേബീസ്, അങ്ങനെയുള്ളവരിലാണെങ്കിൽ അമ്മയുടെ പാല് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതായത് പാല് കുടിക്കുന്നതും പാല് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും, വെയിറ്റ് ഗെയിന് ഹെൽപ്പ് ചെയ്യും, കുഞ്ഞിൻ്റെ മൊത്തത്തിൽ കുഞ്ഞിൻ്റെ ഒരു ഇംപ്രൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. മാസം തികഞ്ഞ ബേബീസിന് അത് നിർബന്ധമല്ല, പക്ഷേ ഡെഫിനറ്റ്ലി സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ഒരു മദർ ബേബി ബോണ്ടിങ്ങിന് സഹായിക്കും. അത് ഇൻഡയറക്ട്ലി പാല് മിൽക്കിന്റെ ഔട്ട്പുട്ട് കൂട്ടാൻ സഹായിക്കും.
അത് വെയിറ്റ് ഗെയിനെ സഹായിക്കും. ഈ പാല് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് മിൽക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മമാർ ആ സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റിൽ പാലിന്റെ ക്വാളിറ്റി കൂടുമെന്ന് നമുക്ക് ഇന്നത് കൊടുത്താൽ പാലിന്റെ ക്വാളിറ്റി കൂടുമെന്ന് പറയാൻ മാത്രം സോഫാർ സ്റ്റഡീസ് ഒന്നുമില്ല. പക്ഷെ പാലിന്റെ എമൗണ്ട് കൂട്ടുന്നത് ചില ലാക്ടഗോക്സ് എന്ന് പറയും, ഗാർലിക് അല്ലെങ്കിൽ ഉലുവ, ഇതെല്ലാം കഴിച്ചാൽ അമ്മയുടെ പാലിന്റെ എമൗണ്ട് കൂട്ടാൻ സഹായിക്കും. പിന്നെ അമ്മ കുറച്ച് നല്ല വെള്ളം കുടിക്കുക, പാല് കുടിക്കുക, പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡ്, ഇറച്ചി ഐറ്റംസ്, അങ്ങനെ ഫിഷ്, ഇതെല്ലാം മാക്സിമം കഴിക്കാൻ നോക്കുക. പിന്നെ അമ്മയുടെ മെന്റൽ സ്റ്റാറ്റസ്, ഒരു സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി സന്തോഷത്തോടെ ഇരുന്ന പാലിന്റെ എമൗണ്ട് കൂടും. പിന്നെ ഓരോ മദേഴ്സിനും അവരുടെ പാലില് ഡിഫറെന്റ് ആയിരിക്കും, കോമ്പോസിഷൻ ഡിഫറെന്റ് ആയിരിക്കും, എമൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും. അത് ഇന്നത് ചെയ്താൽ കൂടും എന്ന് പറയാൻ മാത്രം പ്രത്യേകിച്ചില്ല. പക്ഷെ കഴിക്കാം, നല്ല വേറെ കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ, അമ്മയ്ക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഫുഡും കഴിക്കാൻ നോക്കുക. ചില സമയങ്ങളിൽ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ അത് കുഞ്ഞിന് ചിലപ്പോൾ വയറിന്റെ അസ്വസ്ഥതയും കുറച്ച് ഞെരിപിരി കൊള്ളലും കരച്ചിലും ഒക്കെ ഉണ്ടാക്കാനിടയാകാറുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് എല്ലാ ഫുഡും കഴിക്കാമെന്നാണ് അഡ്വൈസ് ചെയ്യാറ്. പ്രത്യേകിച്ച് നല്ല പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കുക. കുട്ടികൾക്ക് പൊതുവെ പാല് കൊടുക്കുന്നതിന്റെ കൂടെ നമുക്ക് വെള്ളവും കൊടുക്കാൻ പറ്റുമോ? മുലപ്പാലിന്റെ ഒരു 80% വെള്ളമാണ്, വാട്ടറാണ്. അപ്പൊ അതുകൊണ്ട് WHO തന്നെ പറയുന്നത് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, മുലപ്പാലല്ലാതെ വേറൊന്നും കൊടുക്കേണ്ടതില്ല, ഈവൻ വാട്ടർ പോലും കൊടുക്കേണ്ടതില്ല. ഇൻ കേസ് നമ്മൾ സ്കിന്നൊക്കെ ലിപ്പൊക്കെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് നനച്ചു കൊടുക്കാം. ഉള്ളിലോട്ട് നമുക്ക് വെള്ളം കൊടുക്കേണ്ടതില്ല. കാരണം ബ്രസ്റ്റ് മിൽക്കിന്റെ ഒരു 80% വാട്ടറാണ്, ഉള്ളി ബ്രസ്റ്റ് മിൽക്ക്. പിന്നെ നമുക്ക് എന്തെങ്കിലും മരുന്ന് കുഞ്ഞിന് പ്രിസ്ക്രിപ്ഷൻ, അതായത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് കുഞ്ഞിന് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. വേറൊന്നും അഡ്വൈസബിൾ അല്ല. ഈവൻ ഹണി അതുപോലുള്ള ഒന്നും, ഗ്രേപ്പ് വാട്ടർ ഒന്നും അഡ്വൈസബിൾ അല്ല. ഉള്ളി എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആണ് പറയുന്നത്. ചില ജനിച്ച കുട്ടികൾ പാല് കൊടുത്താലും നിർത്താതെ കരയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്? പാല് കൊടുത്താൽ നിർത്താതെ കരച്ചിൽ പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പൊ ചെവി വേദന എടുത്താൽ കരയാം, വയറുവേദന എടുത്താൽ കരയാം. ഒന്ന്, ചില സമയം ഈ ഒരു പാറ്റേൺ കാണുന്നത് യൂഷ്വലി 4 ആഴ്ച 3 ആഴ്ച എത്തുന്ന ബേബീസിന് അവർ ഗ്യാസിന്റെ ഇഷ്യൂ, വയറിന്റെ അസ്വസ്ഥത കൊണ്ടായിരിക്കും യൂഷ്വലി സംഭവിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒന്ന്, കുഞ്ഞിന് ഇടവേള വിട്ട് പാല് കൊടുക്കുന്നു, അതായത് ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് പാല് കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. 3 മണിക്കൂർ ഗ്യാപ്പ് പാലിച്ച് പാല് കൊടുക്കുന്നു. പിന്നെ കട്ടിയുള്ള പാല് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക, അതായത് ഹൈൻ മിൽക്ക് കട്ടിയുള്ള പാല് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പാല് കൊടുത്തിട്ട് നല്ലോണം ബർപ്പ് ചെയ്യുക, കുറച്ചു നേരം തോളിലിടുക, പിന്നെ കുറച്ചു നേരം കമത്തി കിടത്തുക. ഇതെല്ലാം ചെയ്താൽ കുറച്ചൊക്കെ അതിന് പരിഹാരം ഉണ്ടാവും. പക്ഷെ എന്നിട്ടും കരച്ചിലുണ്ടെങ്കിൽ വേഗം തന്നെ ഡോക്ടറെ കാണിക്കുക, ന്യൂനറ്റോളജിസ്റ്റിനെയോ പീഡിയാട്രീഷ്യനെ കാണിക്കുക. എന്നിട്ട് വേറൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക, അതായത് കുഞ്ഞ് വേറൊന്നും കാരണം കൊണ്ടല്ല കരയുന്നതെന്ന് ഉറപ്പുവരുത്തുക. എപ്പോൾ പാല് കൊടുത്താലും ബർപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണോ? അത് എത്രത്തോളം നെസസറി ആണ്? ആദ്യ മാസത്തിലൊക്കെ ഫീഡ് ചെയ്താൽ ബർപ്പ് ചെയ്ത് ഗ്യാസ് കളയാൻ നോക്കുക. പക്ഷെ നമ്മൾ തട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് പോകണമെന്നില്ല, ചിലപ്പോൾ താഴെ കൂടെ ആയിരിക്കും, പിന്നീടായിരിക്കും ഗ്യാസ് പോകുന്നത്. എന്നാലും ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് ബർപ്പ് ചെയ്തിട്ട് പിന്നെ കുഞ്ഞിനെ കമത്തി കിടത്തുക, അല്ലെങ്കിൽ കുറച്ചു നേരം തോളിലിട്ട് പിന്നെ കിടത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കിടത്തുമ്പോൾ കുറച്ചൊന്ന് ഹൈറ്റിൽ കിടത്താൻ നോക്കുക. തികട്ടി വരുന്നതെല്ലാം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. കുഞ്ഞ് റിഗർജിറ്റേറ്റ് ചെയ്യുന്നതെല്ലാം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. കുറച്ചൊന്ന് ഒരു ഹെഡ് എൻഡ് കുറച്ച് ഹൈറ്റിൽ ഷീറ്റൊക്കെ വെച്ചിട്ടൊന്ന് ഹൈറ്റിൽ കിടത്താൻ നോക്കുക. ജനിച്ച കുട്ടികളെ എടുക്കാൻ എന്തെങ്കിലും പ്രത്യേക രീതികളുണ്ടോ? നമ്മൾ തല സപ്പോർട്ട് ചെയ്തെടുക്കണമെന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ എങ്ങനെയെങ്കിലും പ്രത്യേക രീതികളിലാണോ എടുക്കേണ്ടത്? കുഞ്ഞിന്റെ കഴുത്ത് ഉറയ്ക്കുന്നത് യൂഷ്വലി ഒരു 3 months 4 months ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ 2 മുതൽ 4 മാസം വരെ എടുക്കാം. അപ്പൊ ആ ഒരു ടൈം വരെ നമ്മൾ എടുക്കുമ്പോൾ തല സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. ഇന്ന ടെക്നിക്കൊന്നുമില്ല, കുഞ്ഞിനെ എപ്പോഴും തല സപ്പോർട്ട് ചെയ്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എടുക്കുന്നതിന് പ്രത്യേകിച്ച് രീതികളൊന്നുമില്ല. ജനിച്ച കുട്ടികളെ എണ്ണ തേപ്പിച്ച് കുളിക്കുന്നത്, മസാജ് ചെയ്യുന്നത്, പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? എണ്ണ തേക്കുന്നത് കോക്കനട്ട് ഓയിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എണ്ണയൊക്കെ തേച്ച് ചെറിയ മസാജിങ് ഒക്കെ ചെയ്യാം. കുളിപ്പിച്ചതിന് ശേഷം മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ. ഇതാണ് നമ്മൾ യൂഷ്വലി പറയുന്ന മസാജിങ്. ഏത് എക്സ്റ്റെന്റ് വരെ മസാജ് ചെയ്യുന്നു എന്നുള്ളത്, ജെന്റിലായിട്ട് മസാജ് ചെയ്യാം, പക്ഷെ ഭയങ്കര വിഗറസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എത്ര ഡേയ്സ് മുതലാണ് നമ്മൾ ടമ്മി ടൈം ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുമ്പോൾ മുതൽ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. കുഞ്ഞിനെ ഫീഡൊക്കെ ചെയ്തിട്ട് കുറച്ചു നേരം കമത്തി കിടത്താം. അപ്പോൾ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നൊന്ന് വാച്ച് ചെയ്യുക. ഇവൻ 1/2 മണിക്കൂറൊക്കെ കിടത്തിയാലും പ്രശ്നമൊന്നും ഉണ്ടാവേണ്ടതില്ല. നോർമൽ മാസം തികഞ്ഞ ബേബിയെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാവേണ്ടതില്ല. പ്രീടേം ആയിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് വേറിട്ട ഒരു ചികിത്സ വേണം. അവരെത്ര നാള് അഡ്മിറ്റ് ആയിട്ട് കിടക്കേണ്ടി വരും? എപ്പോഴാണ് അവരെ ഡിസ്ചാർജ് ചെയ്യുക? മാസം തികയാതെ ജനിക്കുന്ന ബേബീസ്, അവരുടെ NICUലെ ബേബീസിന്റെ കോംപ്ലിക്കേഷനും അവരുടെ സ്റ്റാറ്റസും ക്ലിനിക്കൽ സ്റ്റാറ്റസും ഒക്കെ അനുസരിച്ചായിരിക്കും. പിന്നെ അവർ എത്ര മാസം മുന്നേ ജനിച്ചു എന്ന് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരുടെ NICU സ്റ്റേ എത്ര നാൾ വേണ്ടി വരുമെന്ന്
പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബേബി ഒരു നോർമലി അമ്മയുടെ ബ്രസ്റ്റ് മുലപ്പാൽ സക്ക് ചെയ്ത് കുടിക്കാനും അമ്മയ്ക്ക് മാനേജ് ചെയ്യാനും ബേബി ഫീഡ് ചെയ്യാനും സക്ക് ചെയ്യാനും ബ്രീത്ത് ചെയ്യാനും, അതായത് സക്ക് ചെയ്ത് സോളോ ചെയ്ത് ബ്രീത്ത് ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്ത് വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ 35 ആഴ്ചയാണ്, 35 വീക്സ് ആണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഡിസ്ചാർജ് ഒരു ഇതുള്ള എല്ലാ NICUം പറയുന്ന ഡിസ്ചാർജ് കട്ട് ഓഫ് യൂഷ്വലി 34-35 ആഴ്ച. അതായത് കുഞ്ഞ് 34-35 ആഴ്ച മെച്യൂരിറ്റി എത്തണം. വെയിറ്റ് ഒരു 1.8 1800 കിലോ അല്ലെ 1700-1800 കിലോ എത്തണം. പിന്നെ ബേബിയുടെ വെയിറ്റ് കൂടുന്നുണ്ടായിരിക്കണം. അമ്മയുടെ പാല് കുടിച്ച് വെയിറ്റ് ഡേ ബൈ ഡേ വെയിറ്റ് ഗെയിൻ ഉണ്ടായിരിക്കണം. വാമറൊന്നും ഇല്ലാതെ തന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കണം. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അമ്മ ഫീഡ് ചെയ്യാൻ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇതെല്ലാം സെറ്റായി വന്നാൽ മാത്രമേ നമ്മൾക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂ. 35 വീക്സ് ആണ് നമ്മൾ പറയുന്നത്. 35 വീക്സ് എത്തണം. ഇപ്പൊ 28 ആഴ്ചയിൽ ജനിക്കണ ബേബി 35 വീക്സ് അല്ലെങ്കിൽ 34-35 വീക്സ് ഒക്കെ എത്തുക എന്ന് പറഞ്ഞാൽ 1.5-2 മാസത്തെ സമയം എടുക്കും. കുഞ്ഞെത്ര മുന്നേ ജനിക്കുന്നു എന്നനുസരിച്ചിരിക്കും എത്ര നാൾ NICU സ്റ്റേ വേണ്ടി വരും എന്നുള്ളത്. പിന്നെ കുഞ്ഞിന്റെ ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞിന് ശ്വാസം മുട്ടൽ, വെന്റിലേറ്റർ സപ്പോർട്ട്, സർഫാക്റ്റന്റ്, കുഞ്ഞിന് അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുഞ്ഞ് എത്ര വേഗം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ കുഞ്ഞ് ട്യൂബിൽ കൂടെ ആയിരിക്കും നമ്മൾ ആദ്യ ദിനങ്ങളിൽ പാല് കൊടുക്കുന്നത്. അത് മാറ്റി കുഞ്ഞിന് ഡയറക്റ്റോ അല്ലെങ്കിൽ പാലാടയിലോ കൊടുക്കും. എത്രത്തോളം വേഗത്തിൽ കുഞ്ഞ് സക്ക് ചെയ്ത് കുടിക്കുന്നു, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുഞ്ഞെപ്പോൾ ഡിസ്ചാർജ് ആവുന്നു. പക്ഷെ റഫ്ലി പറഞ്ഞാൽ ഒരു 34-35 ആഴ്ച മെച്യൂരിറ്റി എത്തണം. അപ്പോൾ 30 ആഴ്ചയിൽ ജനിക്കണം ബേബി എന്ന് പറഞ്ഞാൽ അറൗണ്ട് 1 മാസം എടുക്കും 34 ആഴ്ച എത്താൻ. 30 വീക്സിൽ 30 ആഴ്ചയിൽ ജനിക്കും. അപ്പം അത്രയും നാള് കുഞ്ഞ് NICU അല്ലെങ്കിൽ ആ ഒരു സേവനം ആവശ്യമാണ്. ജനിച്ച കുട്ടികളിൽ കാണുന്ന ഒരു ഇഷ്യൂ ആണ് മഞ്ഞപ്പ്. ഇതെങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പ് കാണുന്നതിന് പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ചുമന്ന രക്താണുക്കൾ നോർമലിനെക്കാളും കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അതിന്റെ ടേൺ ഓവർ ഡിസ്ട്രക്ഷൻ, അത് ചുമന്ന രക്താണുക്കൾ ലൈസ് ആവുമ്പോൾ നശിക്കുമ്പോഴാണ് ബിൽറൂബിൻ ഫോം ആവുന്നത്. ബിൽറൂബിനാണ് മഞ്ഞപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കുറച്ച് വേഗത്തിൽ നടക്കുന്നതുകൊണ്ടാണ് അവരിൽ മഞ്ഞപ്പ് കൂടി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മഞ്ഞപ്പ് വെദർ ബിൽറൂബിൻ മഞ്ഞപ്പ് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ടു ആൻ എക്സ്റ്റെന്റ് മഞ്ഞപ്പ് ശരീരത്തിന് ആവശ്യമുള്ള ഒന്നാണ്. ഒരു നോർമൽ മാസം തികഞ്ഞ് ജനിക്കുന്ന ഒരു നോർമൽ ബേബീസിൽ ഒരു 50-60% ബേബീസിനും മഞ്ഞപ്പ് കാണും. പ്രീ ടേം ബേബീസിന് ഒരു 70% ബേബീസിനും മഞ്ഞപ്പ് കാണാം. അപ്പോൾ മഞ്ഞപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ആണ് ബേബീസിനെ സംബന്ധിച്ച്, ഫിസിയോളജിക്കലാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ മഞ്ഞപ്പ് ഒരുപാട് കൂടിയാൽ അത് മഞ്ഞപ്പ് ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഫിറ്റ്സും അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും വരാം. അപ്പോൾ മഞ്ഞപ്പ് ഒരുപാട് കൂടാതിരിക്കാൻ നോക്കുക. അൺനെസസറി ആയിട്ട് മഞ്ഞപ്പ് ജോണ്ടിസ് ട്രീറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. അപ്പോൾ മഞ്ഞപ്പ് നമ്മൾ വറി ചെയ്യേണ്ടത് ആദ്യ ദിവസം മഞ്ഞപ്പ് യൂഷ്വലി പ്രകടമാവുന്നത് 2ാമത്തെ ദിവസം, 2nd ഡേ അല്ലെങ്കിൽ 3rd ഡേ ആണ് കണ്ണിലൊക്കെ ചെറിയ മഞ്ഞപ്പ് തോന്നും. പിന്നെ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസം നിൽക്കും. പിന്നെ അത് പതുക്കെ അങ്ങ് കുറഞ്ഞ് ഡിസപ്പിയർ ആയി പോകും. 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ യൂഷ്വലി മഞ്ഞപ്പ് നല്ല രീതിയിൽ അങ്ങ് കുറയും. അതാണ് ആ ഒരു നോർമൽ കോഴ്സ്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആദ്യ ദിവസം ഫസ്റ്റ് ഡേ മഞ്ഞപ്പ് കാണുക, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുതൽ മഞ്ഞപ്പ് നിൽക്കുക, അല്ലെങ്കിൽ മഞ്ഞപ്പ് ഒരുപാട് കൂടി നിൽക്കുക. അതായത് കണ്ണിന് മഞ്ഞപ്പ് ചെറിയ രീതിയിലാകുമ്പോൾ കണ്ണിന് മുഖത്തുമായിരിക്കും മഞ്ഞപ്പ്. മഞ്ഞപ്പിന്റെ ലെവൽ കൂടുമ്പോൾ യൂഷ്വലി ബോഡി മൊത്തം പാംസും സോൾസും കൈപ്പാദം കാൽപാദം എല്ലാം നല്ല മഞ്ഞപ്പ് തോന്നുകയാണെങ്കിൽ അത് വറി ചെയ്യേണ്ടതാണ്. ആദ്യ ദിവസം മഞ്ഞപ്പ് തോന്നുകയാണെങ്കിൽ അത് വറി ചെയ്യേണ്ടതാണ്. ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുകയാണ്, 2 ആഴ്ച കൂടുതൽ നിൽക്കുകയാണെങ്കിൽ വറി ചെയ്യേണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ മാസം തികഞ്ഞ ബേബീസിന് മഞ്ഞപ്പിന്റെ ലെവല്, അതായത് ബ്രെയിന് തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ലെവലും മാസം തികയാത്ത ബേബിക്കും ഡിഫറൻ്റ് ആണ്. അതായത് മാസം തികയാത്ത ബേബിക്ക് കുറച്ച് ചെറിയതായിട്ട് കൂടിയാൽ തന്നെ അവരുടെ തലച്ചോറിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ മാസം തികയാത്ത ബേബീസ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയും. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് Oയും ബേബിയുടെ Aയും Bയും, അല്ലെങ്കിൽ അമ്മയുടെ നെഗറ്റീവും ബേബിയുടെ പോസിറ്റീവും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പം അസ്വാരസ്യം വരാം. ഇൻകോമ്പാറ്റബിലിറ്റി, ബ്ലഡ് ഗ്രൂപ്പ് തമ്മിലുള്ള അസ്വാരസ്യം വരാം. പെട്ടെന്ന് RBC ചുമന്ന രക്താണുക്കൾ നശിക്കുകയും ഒരുപാട് മഞ്ഞപ്പ് കൂടുകയും ചെയ്യും. അപ്പോൾ അതും നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതൊന്നും റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. നോർമലി ഉള്ള മഞ്ഞപ്പാണെങ്കിൽ കണ്ണിന് മുഖത്തും മാത്രമാണെങ്കിൽ യൂഷ്വലി ഒരുപാട് വറി ചെയ്യേണ്ട. പക്ഷേ ഡൗട്ട് ഉണ്ടെങ്കിൽ നിയർ ബൈ ഒരു നിയോനറ്റോളജിസ്റ്റിനെ കാണിച്ച് കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തുക. മഞ്ഞപ്പുള്ള കുട്ടികളിൽ പൊതുവെ വെയില് കാണിക്കുന്ന അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇത് ശരിയാണോ? ഇതിങ്ങനെ ചെയ്യുന്നതിന് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുന്നുണ്ടോ? യൂഷ്വലി മഞ്ഞപ്പ് കുറയ്ക്കാനായിട്ട്, ബിലിറൂബിന്റെ ലെവൽ കുറയ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ബ്ലൂ ലൈറ്റ് ഫോട്ടോതെറാപ്പി, അതായത് ബ്ലൂ ലൈറ്റിന്റെ വേവ് ലെന്തിലുള്ള ലൈറ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ സൂര്യപ്രകാശം കൊടുത്താലും മഞ്ഞപ്പ് കുറച്ച് കുറയാം. കാരണം സൂര്യപ്രകാശത്തിൽ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട്. പക്ഷേ സൂര്യപ്രകാശത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത റേസും കുഞ്ഞിന് കിട്ടും. കുഞ്ഞിന്റെ ആദ്യത്തെ 1 വീക്ക് കുഞ്ഞിന്റെ സ്കിന്ന് നോർമൽ ആ മെച്യൂരിറ്റി വരത്തില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത റേസ് കുഞ്ഞിന് കിട്ടുകയും അതിന്റെ ഇഫക്ട്സ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അറ്റ് പ്രസന്റ് മഞ്ഞപ്പിന് നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ അഡ്വൈസ് ചെയ്യാറില്ല.
ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസിനെ നമ്മൾ AC കടത്തുന്നതോ അല്ലെങ്കിൽ വളരെ ടെമ്പറേച്ചറുള്ള ഏരിയയിൽ കൊണ്ടുപോകുന്നതോ അതൊക്കെ ശരിയാണോ? WHO വരെ പറയുന്നത് ലേബർ റൂമിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 23-24 ഡിഗ്രി സെൽഷ്യസ്. ഈവൻ ICU ആയാലും 23-24 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് കുഞ്ഞിനെ നല്ലോണം റാപ്പ് ചെയ്ത് വെക്കുക, ക്യാപ്പ് ഇടുക, സോക്സ് ഇടുക, മിറ്റൻസ് ഇടുക. അപ്പോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് AC കിടത്തുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ടെമ്പറേച്ചർ ഒരു 23-24 അല്ലെങ്കിൽ 25 വീട്ടിൽ പോയാലും ആ ഒരു ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് കുഞ്ഞിനെ ഒന്ന് കവറിങ് മാറ്റിയിട്ട് പാംസും സോൾസും ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ടച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു ചൂടായിട്ട് കുറച്ച് വാമത്തും വേണം, കുറച്ച് പിങ്കും ആയിരിക്കണം. നീലിച്ച് തണുത്തിരിക്കാൻ പാടില്ല. കൈപ്പാദം കാൽപ്പാദം നീലിച്ച് തണുത്തിരിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ AC ഒന്നും ഇല്ല, നമുക്ക് തന്നെ ചൂടെടുക്കുന്ന സമയത്ത് കുഞ്ഞിനെ ഒരുപാട് കവർ ചെയ്ത് കിടത്തിയാൽ കുഞ്ഞിനും ബുദ്ധിമുട്ടായിരിക്കും. ആംബിയൻ ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് പുറത്തുള്ള ടെമ്പറേച്ചർ അനുസരിച്ച് കുഞ്ഞിനെ അതനുസരിച്ച് കവർ ചെയ്യുക. AC ഒക്കെ ആണെങ്കിൽ നല്ലോണം കവർ ചെയ്യുക. AC ഒന്നുമില്ല, ചൂടത്താണെങ്കിൽ ഒരുപാട് കവർ ചെയ്യാതിരിക്കുക. ഇടയ്ക്കൊന്ന് കൈപ്പാദവും കാൽപ്പാദവും ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ നോക്കാവുന്നതാണ്. 36.5 തൊട്ട് 37.5 വരെയാണ് നോർമൽ ടെമ്പറേച്ചർ. ഇപ്പോൾ ജനിക്കുന്ന ന്യൂബോൺ കുട്ടി കരയണമെന്ന് പറയുന്നുണ്ട്. ഈ കരയാതെ ജനിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? കുഞ്ഞ് ജനിക്കുമ്പോൾ കരയുന്നില്ല എന്ന് ജനറലി പറയുന്നുണ്ടെങ്കിലും കുഞ്ഞ് ജനിക്കുമ്പോൾ ഫസ്റ്റ് ബ്രത്ത് അത് കരച്ചിലൂടെയാണ് ആദ്യത്തെ കുഞ്ഞ് ശ്വാസം എടുക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പം ശ്വാസം എടുക്കുന്നില്ല എന്നുള്ളതാണ് കരയുന്നില്ല എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പം കരയുന്നില്ല അല്ലെങ്കിൽ ശ്വാസം കറക്റ്റായിട്ട് എടുക്കുന്നില്ല, ബ്രീത്തിങ് കറക്റ്റായിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി പുറമേ നിന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് കൊടുത്ത് റെസിറ്റേഷൻ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ബേബീസിന് എന്താ സംഭവിക്കുന്നത്, ആ ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റോ അല്ലെങ്കിൽ ഫ്യൂ സെക്കൻഡ്സോ കുഞ്ഞിൻ്റെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ സപ്ലൈ എല്ലാം കുറച്ച് കട്ട് ഷോർട്ട് ആവും. അപ്പോൾ കുഞ്ഞിന് എന്താ പറയുക, കുഞ്ഞിൻ്റെ ബ്രെയിനിൽ തലച്ചോറിൽ ചില ഏരിയാസ് ഡാമേജ് ആവാം. അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിന് ഫിറ്റ്സ് വരാം. പിന്നെ ലേറ്റർ കുഞ്ഞിന് ഡെവലപ്മെന്റ് ഡിലേ വരാം. അതായത് കുഞ്ഞിപ്പോൾ നടക്കാൻ വൈകുന്നു, ഇരിക്കാൻ വൈകുന്നു, ഓരോരോ പ്രശ്നങ്ങൾ പിന്നീട് വരാം. അപ്പം കുഞ്ഞ് ജനിച്ച ഉടനെ ഫസ്റ്റ് നല്ല രീതിയിൽ ബ്രീത്ത് എടുക്കുക, നല്ല രീതിയിൽ ശ്വാസം എടുക്കണം. അപ്പോൾ അങ്ങനെ ഇൻ കേസ് അങ്ങനെ എടുക്കാത്ത സാഹചര്യമാണെങ്കിൽ നമുക്കതിനും ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതായത് ഈ ഒരു തലച്ചോറിനെ ബാധിക്കുന്നതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ സിവിയറിറ്റി കുറയ്ക്കാവുന്നതിന് ഒരു ട്രീറ്റ്മെന്റാണ് തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ എന്ന് പറയും. അതായത് കുഞ്ഞിന്റെ ടെമ്പറേച്ചർ നമ്മൾ ട്രീറ്റ്മെന്റ് മുഖാന്തരം ടെമ്പറേച്ചർ കുറച്ച് നിർത്തുക. 33-34 ഡിഗ്രിയിൽ കുഞ്ഞിന്റെ ടെമ്പറേച്ചർ 72 മണിക്കൂർ 72 hours ആദ്യത്തെ 3 ദിവസം കുറച്ച് നിർത്തുക, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. അപ്പോൾ കുഞ്ഞിന് ഇതുകൊണ്ടുണ്ടാകുന്ന ഇഫക്ട്സ്, തലച്ചോറിന്റെ ഉണ്ടാകുന്ന ഇഫക്ട്സ് കുറയ്ക്കും. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെന്റ് 6 മണിക്കൂറിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം. അത് കുഞ്ഞ് ജനിച്ച 6 മണിക്കൂറിനുള്ളിലല്ല, കുഞ്ഞിന് എപ്പോഴാണോ കുഞ്ഞിന് ഇൻസൾട്ട് ഉണ്ടായത്, അതായത് വയറ്റിനകത്ത് വെച്ച് കുഞ്ഞിന് എപ്പോഴാണോ ശ്വാസം മുട്ടലോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ അതിന് 6 മണിക്കൂർ മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. അതായത് as early as possible നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ കാര്യമില്ല. അപ്പം ഡെലിവറി ആകുമ്പോൾ ഇതൊക്കെ ഉള്ളൊരു സെന്ററിൽ പോയി ഡെലിവറി ചെയ്യാൻ, അതായത് ഒരു ലെവൽ 3 സെന്ററിൽ തന്നെ പോയി എപ്പോഴും കാണിക്കാൻ നോക്കുക. ഇങ്ങനെ മഷിയിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? മഷി ഇടുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മോഷൻ പോകുന്നതാണ്, ബ്ലാക്ക് നിറത്തിലുള്ള മോഷൻ പോകുന്നത്. നോർമലി മാസം തികഞ്ഞ ഒരു 39 അല്ലെങ്കിൽ 40 വീക്സ് ഒക്കെ ആകുമ്പോഴാണ് മോഷൻ പാസ് ചെയ്യുന്നത്. അത് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാലാണ് യൂഷ്വലി പാസ് ചെയ്യുന്നത്. ചില സമയം വയറ്റിനകത്ത് വെച്ച് യൂട്രസിനകത്ത് വെച്ച് തന്നെ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ പാസ് ചെയ്യാം. അത് ചിലപ്പോൾ കുഞ്ഞ് എന്തെങ്കിലും സ്ട്രെസ്സിലോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പെട്ടെന്നൊരു ഫീറ്റൽ ഡിസ്ട്രെസ് അല്ലെങ്കിൽ കുഞ്ഞ് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വരുമ്പോഴായിരിക്കും അത് പാസ് ചെയ്യുന്നത് എന്തെങ്കിലും റീസൺ കൊണ്ട്. അത് പാസ് ചെയ്യുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ ശ്വാസം എടുക്കുന്ന കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് ആസ്പിറേറ്റ് ചെയ്യാൻ ശ്വാസകോശത്തിൽ പോവാം. മഷി ശ്വാസകോശത്തിൽ പോയാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ചുരുങ്ങിപ്പോവാം, ലങ് ചുരുങ്ങിപ്പോവാം. അപ്പോൾ കുഞ്ഞിന് ശ്വാസം മുട്ടൽ കാണും. അപ്പോൾ അങ്ങനെയുള്ള ബേബീസിന് നമ്മൾ മോണിറ്റർ ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കുക. അതിൽ ഒരു ചെറിയൊരു ശതമാനം ചിലപ്പോൾ നമുക്കൊന്നും രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ വരെ മോശമാവാൻ സാധ്യതയുണ്ട്. അപ്പം മഷിയിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. മോണിറ്റർ ചെയ്ത് ശരിയായ രീതിയിൽ പോയാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരത്തില്ല. അപ്പോൾ അവർക്ക് റെസ്പിറേറ്ററി സപ്പോർട്ടും ICU സ്റ്റേ ഒക്കെ വേണ്ടി വരാം. പ്രീമച്യൂർ ആയിട്ട് ജനിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ് ജനിക്കുന്ന കുട്ടികളുടെ പാരൻസ് പൊതുവെ ഭയങ്കര പാനിക് ആയിരിക്കും. ഇവരെന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? നോർമൽ ബേബിയെ കമ്പയർ ചെയ്യുമ്പോൾ പ്രീടേം ബേബീസ് കുറച്ചുകൂടെ നമ്മൾ പ്രീടേം ബേബീസിനെ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് വീട്ടിൽ പോയാലും ഒരുപാട് പേര് കാണാൻ വരുന്നു, ഒരുപാട് പേരെ ഹാൻഡിൽ ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക. അവർക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും, പെട്ടെന്നൊരു ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് അതാണ്.
2 ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നോർമൽ ബേബിയെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. നല്ലോണം കവർ ചെയ്ത് വെക്കുക, സോക്സ് മിറ്റൻസ് ഇട്ട് കൊടുക്കുക, ടെമ്പറേച്ചർ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. 3ാമത്തെ ഫീഡിങ്. അവർ സക്കിങ് ഒന്നും ഒരു നോർമൽ ബേബിയെ പോലെ ആവണമെന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് പാല് കിട്ടുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ പാല് കുടിക്കുന്നത് ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്താനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവെൽ, നമ്മളൊരു 1-2 ഗ്യാപ്പിൽ വെയിറ്റ് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. കുഞ്ഞിന്റെ ഫീഡിങ് ഓക്കെ ആണെന്ന് ഉറപ്പായിട്ട് പറയാനുള്ള ഒരേ ഒരു ഇത്. അപ്പോൾ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒന്ന് ഫീഡിങ്, പിന്നെ ടെമ്പറേച്ചർ, പിന്നെ കുറച്ച് മൊത്തത്തിലൊന്ന് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രീടേം ബേബികൾക്ക് സപ്ലിമെന്റ്സ് കൊടുക്കുന്നത് ശരിയാണോ? സപ്ലിമെന്റ്സ് നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോൾ കുറച്ച് സപ്ലിമെന്റ് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് മൾട്ടിവൈറ്റ് ആവശ്യമുള്ളത്, വൈറ്റമിൻ ഡി, അയൺ അങ്ങനത്തത്. അതല്ലാതെ വേറെ നമ്മൾ ഓവർ ദ കൗണ്ടർ പുറത്ത് പോയി അൺനെസസറി ആയിട്ടൊന്നും കൊടുക്കേണ്ടതില്ല. കുഞ്ഞിന്റെ ഹെൽത്തിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക. അതും കുഞ്ഞ് ഓരോ വെയിറ്റ് അല്ലെങ്കിൽ ഓരോ ഇതെത്തുമ്പം ഒന്നൊന്നായി സ്റ്റോപ്പ് ചെയ്യുക. മെയിൻലി വൈറ്റമിൻ ഡിയും അയണുമാണ് നമ്മൾ 1 ഇയർ വരെ പ്രീടേം ബേബീസിനൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്. അയൺ ഡ്രോപ്സും വൈറ്റമിൻ ഡി ഡ്രോപ്സും. മാസം തികഞ്ഞ ബേബീസിന് വൈറ്റമിൻ ഡി ഡ്രോപ്സ് 1 ഇയർ വരെ, ഈവൻ നോർമൽ ബേബീസിനും വൈറ്റമിൻ ഡി 1 ഇയർ വരെ അഡ്വൈസ് ചെയ്യാറുണ്ട്. താങ്ക് യു ഡോക്ടർ.